cock. Where there is bad, there is God. Be brave. Both are not the same. Both are not the same. Both are not the same എന്നൊക്കെ പറയും. പക്ഷേ അഖണ്ഡ അത് തന്നെയാണ് അഖണ്ഡ 2. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പറയാം. അഖണ്ഡയുടെ സീക്വലാണ് അഖണ്ഡ 2 അഥവാ താണ്ഡവം അൺബ്രോക്കൺ ദ റേസ് ഡാൻസ്. ജയ് ബാലയ്യ. നമ്മുടെ നന്ദമൂരി ബാലകൃഷ്ണ NBK, ഡയറക്ടർ റൈറ്റർ എല്ലാവർക്കും അറിയാം. ബോയപതി ശ്രീനു പുള്ളി സിനിമ ആരംഭിക്കുമ്പോൾ തന്നെ അഖണ്ഡയിൽ കണ്ടുള്ളതാണ്. പുള്ളി തന്നെ നേരിട്ട് പ്രത്യക്ഷപ്പെടും സിനിമയുടെ തുടക്കത്തിൽ തന്നെ. ഫസ്റ്റ് സീന് മൂപ്പറായിരിക്കും സ്ക്രീനിൽ. ഒരു മൂപ്പർ വന്നിട്ട് ഇങ്ങനെ 2 കാളയൊക്കെ വന്നിട്ട് മൂപ്പർ ഇങ്ങനെ ആക്ഷൻ അങ്ങനെയാണ് ഈ സിനിമയും ആരംഭിക്കുന്നത്. പിന്നെ തമനസ്സാണ് ഇതിൻ്റെ മ്യൂസിക്കിന് ഒറിജിനൽ സ്കോർ. അതായത് കങ്കുവയിൽ DSP എന്താണോ ചെയ്ത് വെച്ച്, അതായത് ചെവിയുടെ ഡയഫ്രൊക്കെ അടിച്ചു പോയി. സത്യമായിട്ടും ഭയങ്കരമായ സൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ട്. ഒന്നാമതിൽ മറ്റേ ശിവതാണ്ഡവും മറ്റേതൊക്കെ ആയിട്ട് ഫുള്ള് ഈ ബോയപതി ശ്രീനു എന്ന് പറയുന്ന ആൾ ഓവർ ദ ടോപ്പ് ആക്ഷൻ ത്രില്ലർ എടുക്കുന്നതിൽ ഇയാളെ വെല്ലാൻ ആളില്ല, തെലുങ്കിലില്ല. അതുപോലത്തെ പരിപാടി പുള്ളി മേക്കിങ്ങിൽ ചെയ്ത് വെക്കുക. അപ്പം അഖണ്ഡയിൽ തന്നെ സീൻസ് മാത്രം കണ്ടു കഴിഞ്ഞാൽ അപാര സീനാണ്. പക്ഷെ ഇതൊരു സിനിമയായിട്ട് ഫുള്ള് കാണുമ്പോൾ പക്ക മലങ്കെട്ട് സാധനം. നിങ്ങൾ അഖണ്ഡ കണ്ടുള്ളവർക്ക് അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ, അതിൻ്റെ ഒരു എക്സാജറേറ്റഡ് വേർഷൻ, അതിൻ്റെ ഒരു അഖണ്ഡ ഇതായിരുന്നെങ്കിൽ അഖണ്ഡ 2 ഇതാണ്. അത്രയും വലിയ ക്യാൻവാസിൽ അത്രയും കൊട്ടുഭീകര മലങ്കെട്ട് സാധനം. പക്ഷേ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കാണാൻ പോകുന്നത്. കാരണം അറിയാം, ഒന്നാമത് ബാലകൃഷ്ണയുടെ പടങ്ങൾ എന്താണ് ബാലകൃഷ്ണ സിനിമകൾ കാണിക്കുന്നത് നമുക്കറിയാം. അതോടൊപ്പം ഈ ബോയപതി ശ്രീനു പോകുന്ന സമയത്ത് 2 പേരും കൂടി ചേർന്ന് കണ്ടാൽ ഇവിടെ ശിവനും ശക്തിയും ചേർന്നാൽ മാസ്, ഇവർ 2 പേരും കൂടി ആവുന്ന സമയത്ത് ലെജൻഡ് മുതൽ ഇദ്ദേഹം ചെയ്യുന്ന ബാലകൃഷ്ണനായിട്ട്. അപ്പോൾ അതിൻ്റെ ഏറും കളിയാണ്. അപ്പോൾ ഞാൻ തെലുങ്കന്മാരുടെ കൂടെ പടം കണ്ടിട്ടുള്ളത്. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു പറയല കാണുന്ന സമയത്ത് ഇങ്ങനെ. പിന്നെ അവർ കുറേ ഊക്കുകയും ചെയ്യുന്നുണ്ട് സ്വയം സെൽഫ്. കാരണം ഇദ്ദേഹം ആരാണെന്ന് എല്ലാവർക്കും അറിയാം, ബാലകൃഷ്ണ നന്ദമൂരി. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു പടമാണ് ഇത്. പിന്നെ അറിയാമല്ലോ, ഫാൻറ്റസി ഉണ്ട്. ആക്ഷൻ ത്രില്ലർ ആണെങ്കിൽ ഫാൻറ്റസിയാണ്. അപ്പോൾ ഫാൻറ്റസി ആവുന്ന സമയത്ത് നമുക്ക് യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ല. എന്തും കാണിക്കാം നമുക്കല്ല ബോയപതി ശ്രീനുവിന്. കാരണം ഇയാൾക്ക് എന്തും കാണിക്കും. ഇയാൾ ശിവനാണ്, ഇയാൾ ഹനുമാനാണ്, ഇയാൾ മറ്റേ സൂപ്പർ നാച്ചുറൽ പവറുള്ള ആളാണ്, ഇയാൾ ദൈവമാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാഹകനാണ്. അപ്പോൾ ഇയാൾക്ക് എന്തും കാണിക്കുക. ധാരാളം ആൾക്കാരെ അടിക്കാം. ശൂലം കൊണ്ട് ഇയാളുടെ കയ്യിൽ ഈ ശൂലം കൊണ്ട് ഇയാൾക്ക് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ അഖണ്ഡ കണ്ടു കഴിഞ്ഞാൽ അതിൽ അദ്ദേഹം ശൂലം കൊണ്ട് എന്താ കാണിക്കുന്നുണ്ടോ അതിൻ്റെ അപ്പുറത്ത് ഇതിൽ പാറ്റൺ ടാങ്ക് വരെ വെച്ചിട്ട് ഇദ്ദേഹം മറ്റേ മിസൈൽ ആക്രമണം വരെ ഇദ്ദേഹം ശൂലം കൊണ്ട് തടുക്കും, ബുള്ളറ്റ് തടുക്കും. ശൂലം കൊണ്ട് ഹെലികോപ്റ്ററിൻ്റെ പങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെലികോപ്റ്ററിൻ്റെ ഈ സാധനമല്ല, കറങ്ങണ സാധനം, അത് പുള്ളി ശൂലം കൊണ്ട് കുത്തി നിർത്തിയിട്ടൊക്കെ കറക്കണമൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ സാധനം. പിന്നെ നമ്മളെ മറ്റേ സീൻ കണ്ടാണല്ലോ, ശൂലം ഇങ്ങനെ കറക്കിയിട്ട് ഇങ്ങനെ 2 സൈഡിൽ ആൾക്കാർ ഇങ്ങനെ മറ്റേ ബല്ലാൽ ദേവൻ്റെ സാധനം വെച്ചിട്ട് ഇങ്ങനെ ബാഹുബലി കണ്ടില്ല, ഇങ്ങനെ 2 സൈഡിൽ ആൾക്കാരെ ഇങ്ങനെ വെട്ടി പോണത് അതുപോലെ ഇങ്ങനെ. അപ്പോൾ ഇതാണ് ഇപ്പം ഇത് ഡ്യുവൽ ക്യാരക്ടറാണല്ലോ, 2 പേരുണ്ടല്ലോ. അതായത് ബാലയ്യ ഡബിളാണല്ലോ ഇതിൽ. അപ്പോൾ ആദ്യത്തെ സിനിമയിലുള്ള ബാലയ്യൻ്റെ ഭാര്യനൊക്കെ മട്ടത്ത് കയറ്റി തട്ടി. അപ്പോൾ ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ എവിടെയാണോ അഖണ്ഡ നിർത്തിയത് അവിടെയാണ് തുടങ്ങുന്നത്. അതായത് പക്കാ സീക്വൽ വേറെ ഒന്നുമില്ല. പിന്നെ റീക്യാപ്പ് പോലെ തുടക്കത്തിൽ അഖണ്ഡയിലെ സീൻസ് കുറച്ച് കാണിക്കുന്നുണ്ട്. അങ്ങനെ വന്ന് ഈ 2 പേരും ഇതിൽ പിന്നെ കുറച്ചും കൂടെ ഒരു വൈഡർ പെർസ്പെക്റ്റീവിൽ ഇതിൽ മറ്റേ ടിബറ്റൻ ബോർഡറിൽ മറ്റേ രാജ്യം നമ്മളെ കോൺസ്പിറൻസി നടത്തി നമ്മളെ തകർക്കാൻ നോക്കുന്നത്, ഇത് ഇന്ത്യ മഹാരാജ്യത്തെ തകർക്കാൻ നോക്കുന്നത്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചില ഐഡിയാസൊക്കെ ഉണ്ട്. ഐഡിയാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യക്കാർ ഇത്രയും ശക്തരായി നിൽക്കാൻ കാരണം നമ്മൾ ദൈവവിശ്വാസികളായതുകൊണ്ടാണ്. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരങ്ങനെ ജനറലൈസ് ചെയ്യാം, ഞാൻ അതിൽ പെടൂല. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യാം. അങ്ങനെ ഇതൊക്കെ പ്രൊപ്പഗാൻഡയാണ്. അതായത് ഈ ഹിന്ദുത്വ സാധനം, അതായത് നമ്മുടെ രാജ്യത്തെ ശിവൻ സംരക്ഷിക്കും, ഹനുമാൻ സംരക്ഷിക്കും. അത് കുറച്ച് നാളുകളായിട്ട് നോർത്ത് ഇന്ത്യയിലും തെലുങ്കിലൊക്കെ ഇപ്പോൾ ഈവൻ രാജമൗലിയുടെ പടം വരെ അങ്ങനത്തെ സാധനമാണെന്നുള്ള വിമർശനം ഇപ്പോൾ ഓൾറെഡി വന്നിട്ടുണ്ടല്ലോ, നമ്മൾ കണ്ടുള്ളതാണല്ലോ മറ്റേ ഗ്ലോബൽ ഓർഡർ. അപ്പം
ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സെറ്റപ്പ്. അഖണ്ഡ എന്താണ് അതിൽ ശിവതാണ്ഡവം, ശിവൻ ഇതിൽ ശരിക്കും ശിവനൊക്കെ വരുന്നുണ്ട് അവസാനമാകുമ്പോഴത്തേക്കും. അപ്പം പിന്നെ ഇത് രണ്ടാമത്തെ ബാലകൃഷ്ണ, ഏത് 2 ബാലകൃഷ്ണൻ ഉണ്ടല്ലോ ഇതിൻ്റെ അകത്ത്. അപ്പം മറ്റേ സാധാരണ ബാലകൃഷ്ണൻ പുള്ളിയും ഭയങ്കരനാണ്. അപ്പോൾ അതിൽ സെയിം അഖണ്ഡയിലുള്ള സെയിം പരിപാടി. പുള്ളി ഒന്ന് മറ്റേ എന്താ കഞ്ചാവും മറ്റേ ഡ്രഗ്സൊക്കെ വെക്കുന്ന സ്ഥലത്ത് പോയിട്ട് എല്ലാവരും അടച്ച നിരത്തി. പുള്ളി മറ്റേ നരസിംഹത്തിൻ്റെ പിന്നെ അവതാരമൊക്കെയാണ്. പുള്ളി ഇങ്ങനെ അടിച്ച നിരത്തി അടിച്ച് സെറ്റാക്കി. പിന്നെ കഥാപ്രസംഗം മെയിനാണല്ലോ അദ്ദേഹത്തിൻ്റെ ബാലകൃഷ്ണയുടെ. അത് ആക്രോശിക്കലും കഥാപ്രസംഗവും. അങ്ങനെ അവരത് ഡ്രഗ്സിനെതിരെയൊക്കെ ഉപദേശിച്ച് അങ്ങനെയുള്ള ഭീകരമായ ഒരു ഇൻട്രോ അവർക്ക് ഈ മറ്റേ ശിവനല്ലാത്ത ബാലകൃഷ്ണയ്ക്ക്. അപ്പം അതങ്ങനെ നടത്തി. പിന്നെ അവിടേക്ക് എന്തൊക്കെയോ ഡയലോഗ്സ് ഒക്കെ ഉണ്ട്. ഡയലോഗ്സ് പറഞ്ഞാൽ പറഞ്ഞ മറ്റേ ബോത്ത് ആർ നോട്ട് ദ സെയിം, മറ്റേ ഇതിൽ ഹിസ്റ്ററി റിപ്പീറ്റ്സ് വെൻ ഐ സ്റ്റെപ്പ് ഇൻ, ഹിസ്റ്ററി റിപ്പീറ്റ്സ് എന്ന് പറയുന്നില്ലേ, അതേപോലത്തെ ഇദ്ദേഹത്തിൻ്റെ പരിപാടി ഇങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഒരു സൈഡിൽ ഈ ബാലകൃഷ്ണ, പിന്നെ നമ്മുടെ മലയാളിയായിട്ടുള്ള സംയുക്ത മേനൻ ഇത് ഭയങ്കര കട്ടയാണ്, ഭയങ്കര എന്താ ഇനിയോ VFX ആണെന്തോ അറിയില്ല. ഭയങ്കര വയറൊക്കെ ഭയങ്കര പാക്കൊക്കെ ആയിട്ടുള്ള ഭയങ്കര നല്ല ജിമ്മിലെ പോയിട്ട് വർക്കൗട്ട് ചെയ്യുന്ന പിന്നെ സ്ത്രീകളില്ലേ, അതുപോലത്തെ. ബാലയുടെ മോളെ ടീച്ചറാണ്, പ്രൊഫസറാണ്, സയൻറ്റിസ്റ്റ് മറ്റേതൊക്കെയാണ്. അപ്പോൾ അത് അങ്ങനെ സംയുക്തയുടെ ഒരു എന്തോ ഒരു ഇൻട്രോ. പിന്നെ അവരിങ്ങനെ കുറച്ച് സമയമുള്ളൂ, പിന്നെ അവർ കുറച്ച് കഴിഞ്ഞാൽ പടാവുകയും ചെയ്യും. പക്ഷെ അവർക്ക് നല്ല ഒരു സീനൊക്കെ കിട്ടിയിട്ടുണ്ട്, ഒരു ആക്ഷൻ, ഒരു സീക്വൻസും, പിന്നെ ഒരു സോങ് മറ്റേ ഷട്ടൂരി കളിക്കുന്ന സോങ് ഇല്ലേ, അതിൽ പിന്നെ ജാതിക്കാന്ന് നമ്മൾ പെട്ടെന്ന് കേൾക്കുക. പക്ഷേ ജാജിക്കാന്ന് അങ്ങനെയാണ്, തെലുങ്കിൽ എന്തോ തേങ്ങാക്കൊലിയാണ് ജാജിക്കാന്ന് പറഞ്ഞിട്ട്. ഇത് ബാലയുടെ കോമഡി ഡാൻസ്. പക്ഷേ ഇത് രസമാണ്, ഇത് മലങ്കൾട്ടായിട്ട് കാണാനായിട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം ഓവർ ദ ടോപ്പ് എക്സാജറേറ്റഡ് എന്തും കാണിക്കാമല്ലോ ബാലയ്ക്ക്. അങ്ങനെ ലൈസൻസ്ഡ് ആയിട്ടുള്ള ആളാണല്ലോ. അപ്പോൾ അതാണ്. ഹർഷാലി മൽഹോത്രയാണ് ഇദ്ദേഹത്തിൻ്റെ മകളായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഭയങ്കര ക്യൂട്ട്നെസ് വാരി വിതറുക, ഇങ്ങനെ ഒരു മകള്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവർ DRDOയിൽ എന്തോ ഭയങ്കര ഐക്യു കൂടിയ മറ്റേ ഡിഫൻസ് റിസർച്ച് മറ്റേ അതിൽ ഭയങ്കര ഐക്യു 226 അങ്ങനെ ഒരു ഐക്യു, ഇന്ത്യയുടെ ഏറ്റവും ഐക്യു കൂടിയ മനുഷ്യ സ്ത്രീയാണ്. അപ്പോൾ ഇവരിങ്ങനെ എന്തൊക്കെയോ കണ്ടെത്തും, ഭയങ്കര പ്രോഡിജിയാണ്, ചൈൽഡ് പ്രോഡിജിയാണ്. അപ്പോൾ അവരുടെ ടീച്ചറാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംയുക്ത മേനൻ ചെയ്ത കഥാപാത്രം. അപ്പോൾ ഇങ്ങനെ പിന്നെ നമ്മുടെ കബീർ ഗുഹൻ സിംഗ് ഒക്കെ ഉണ്ട്. പുള്ളി അറിയാലോ, നമ്മളെ സൈറസ് മനസ്സിലാൻ വേണ്ടി പറഞ്ഞാണ് മാർക്കോര്. പുള്ളി എന്തോ ഭയങ്കര ഭീകരനാണ്. പിന്നെ പിന്നെ ശത്രുപാളയത്തുള്ള ആൾക്കാർ, ഇങ്ങനെ കുറേ സംഭവങ്ങൾ. അതായത് പിന്നെ ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് പറഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ ഈ ഇദ്ദേഹത്തിന് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പോലും ഇൻ്റർവെൽ, അതായത് 2.25 മണിക്കൂർ സിനിമ, അതിൽ ഏകദേശം 1.5 മണിക്കൂറിലധികം ഫസ്റ്റ് ഹാഫാണ്. സെക്കൻഡ് ഹാഫ് ഏകദേശം പെട്ടെന്ന് കഴിയും. ശാശ്വത ചാറ്റർജി ഒരു വില്ലനായിട്ട്, പുള്ളി നമ്മളെ കൽക്കിയിലേക്കുള്ള പുള്ളി പിന്നെ കിട്ടുക ചെയ്തിട്ടുണ്ട്. പിന്നെ എന്നെ ഞെട്ടിച്ച് നമ്മുടെ ബിഗ് ബോസിലേക്ക് ഉണ്ടായിരുന്ന റോൺസൺ വിൻസെൻ്റ് ഉണ്ടല്ലോ, പൊളി. അതായത് ഒരു തെലുങ്ക് പടത്തിലുള്ള ഒരു പക്കാ വില്ലനല്ലേ, അത് നിപ്പിലുള്ള വില്ലനല്ലേ. സ്ക്രീൻ പ്രസൻസ് ഒക്കെ എച്ചാതി കിഡില റോളാട്ടോ പുള്ളി. കിഡില റോള് പുള്ളി കിഡിലോസ്കായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുള്ളിക്ക് ഇഷ്ടം പോലെ അവസരം ഈ പടം കണ്ടിട്ട് ഏതെങ്കിലും ഡയറക്ടേഴ്സ് എന്തായാലും വിളിക്കായിരിക്കില്ല, അന്യഭാഷയിലെ പ്രത്യേകിച്ച്. കാരണം അതിനുള്ള മുതലുണ്ട് പുള്ളിയുടെ ഫിസിക്കും ആറ്റിറ്റ്യൂഡും പരിപാടിയും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതായത് കട്ടകി. അതായത് ഈ മറ്റേ കബീർ ഗുഹൻ സിംഗിനോടൊക്കെ പുള്ളിയുടെ അനിയനായിട്ടാണ്. അപ്പോൾ കബീർ ഗുഹൻ സിംഗിൻ്റെ ഒക്കെ കൂടെ നിൽക്കണേ തന്നെ ഒരാൾ വേണ്ടേ. ഇത് കിഡുമായിട്ട് റോൺസൺ ചെയ്തിട്ടുണ്ട്. മാൻ കിടു പരിപാടി. അതായത് എസ്പെഷ്യലി ഇൻ്റർവെല്ലിൻ്റെ ആ സമയത്ത് ഞാൻ പറഞ്ഞ സാധനമില്ലേ, ശിവൻ ബാലയ്യയുടെ അലക്കൽ മൊത്തം ഇദ്ദേഹത്തിന് എടുത്താൽ, ഈ റോൺസൺ വിൻസെൻ്റ് എടുത്താൽ പുള്ളി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം ഇൻസെർട്ട് ചെയ്ത കഥാപാത്രം ഏതോ കാട്ടുവാസിയായിട്ട്, പിന്നെ അവിടെ കുറേ ഭൂതഗണങ്ങൾ, പുള്ളി ഇങ്ങനെ ഇതെല്ലാം മറ്റേ സൂപ്പർ നാച്ചുറൽ ഫാൻറ്റസി സാധനങ്ങൾ. അപ്പോൾ അതുള്ള ഫൈറ്റ്. പിന്നെ ഈ മറ്റേ ശിവൻ ബാലയ്യ പുള്ളിയുടെ നാവ് വെട്ടിക്കളയും, കണ്ണ് ചുവന്നെടുക്കും ഇങ്ങനെ. പിന്നെ മറ്റേ ബാലയ്യയുടെ ഒരു കഥാപ്രസംഗം ഉണ്ടേ പറയാൻ മറന്നു. അതായത് ഈ സൗത്ത് ഇന്ത്യ മൊത്തം ഇങ്ങനെ യോജിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി. അതായത് ഒരു ഗുണ്ട വന്നിട്ട് പറയും ഞാൻ കന്നഡിക്ക, അപ്പം കർണാടകയെ പൊക്കി ഒരു കഥാപ്രസംഗം. അത് കഴിഞ്ഞ് തമിഴിലൊരുത്തം വരും, നമ്മുടെ തെരിയിലൊക്കെ വിജയരടി വന്ന്. അപ്പോൾ പുള്ളിയോട് എടുത്ത് മറ്റേ തമിഴിനെ കുറിച്ച് കഥാപ്രസംഗം. അത് കഴിഞ്ഞ് ഹിന്ദിക്കാരൻ വരും, അപ്പോൾ മുംബൈയെക്കുറിച്ചും ഛത്രപതി ശിവജീനെ കുറിച്ചൊക്കെ കഥാപ്രസംഗം. അങ്ങനെ മൊത്തം മലയാളത്തെ മൈൻഡ് ആക്കില്ല കേട്ടോ, നമ്മളങ്ങനെ മൈൻഡ് ആക്കില്ല.
അപ്പോൾ അത് പിന്നെ എന്നെ ഞെട്ടിച്ച വേറെ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മഹാകുംഭമേളയുടെ കുറേ സീക്വൻസ് അത് എങ്ങനെ ഷൂട്ട് ചെയ്ത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഭയങ്കര റിയലായിട്ടാണ്, ഭയങ്കര റിയൽ. അത്രയും അത് ജൂനിയർ ആർട്ടിസ്റ്റിൽ വെച്ച് ചെയ്താണെങ്കിൽ ഹാൻഡ്സ് ഓഫ് മാൻ. ഈ ഡയറക്ടറൊക്കെ ഉണ്ടല്ലോ അന്യായ പരിപാടി ചെയ്യാൻ പറ്റും. അതായത് ഇങ്ങനെ ബാലയൊക്കെ വെച്ച് മലങ്കലിട്ട് കോമഡി പീസസ് സാധനം അല്ലാതെ എടുക്കുകയാണെങ്കിൽ പുള്ളി നന്ദി അവാർഡ്സൊക്കെ 2 വട്ടം നേടിയ ഡയറക്ടറാണ്. വേറെ കാര്യം അന്യായ പണിയറിയുന്ന ആളാണ്. അപ്പോൾ ഇദ്ദേഹം കുംഭമേള പരിപാടി ചെയ്തു വെച്ച് കിടു. ഈ സിനിമ ഉന്നയിക്കുന്ന കോർ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ദൈവം ആപത്ത് വരുമ്പോൾ ജനങ്ങൾ അതിൽ നിന്ന് അതായത് പിന്നെ മുൻകൂട്ടി രക്ഷിക്കുന്നില്ല. അപ്പോൾ അതിനുള്ള കുറേ എക്സ്പ്ലനേഷൻ ആയിട്ട് ഈ ശിവൻ ബാലയ്യയുടെ കുറേ കഥാപ്രസംഗം ഗരേ പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ കൂടുതൽ ഫിലോസഫിക്കൽ അതിൻ്റെ സാധനങ്ങൾ ഞാൻ കടക്കുന്നില്ല. അതൊന്നും ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല. അതല്ലല്ലോ, ഇത് മലങ്കൽട്ടായിട്ട് ബാലയ്യയുടെ അപരാധം കാണാനുള്ള സാധനമാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് പുള്ളിയുടെ ഇങ്ങനെ കുറേ പിന്നെ കഥാപ്രസംഗം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ അവസാനം ആകുമ്പോഴത്തേക്ക് പുള്ളി സർജിക്കൽ സ്ട്രൈക്കിന് വേണ്ടി പോവാം പുള്ളി ഒറ്റയ്ക്ക്. കാരണം ഇയാളുടെ കയ്യിൽ ശൂലമുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മുടെ മിത്ത് അല്ലെങ്കിൽ ബിലീഫ് അല്ലെങ്കിൽ ഹിന്ദുത്വ ഈ സാധനത്തെ വെച്ചുകൊണ്ട് മോഡേൺ ആയിട്ടുള്ള അതായത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പിന്നെ യുദ്ധങ്ങളും പരിപാടികളും വില്ലന്മാരും പിന്നെ ഡയലോഗ്സ് പോലും ഇംഗ്ലീഷിലാണ് ഇത് വെച്ചുകൊണ്ട് ഇതിൻ്റെ ഒരു അമാൽഗമേഷനാണ്. അതായത് വളരെ വിശ്വാസം ഒരു സൈഡിൽ, ഏറ്റവും അത്യാധുനികമായി നടക്കുന്ന യുദ്ധം മറ്റൊരു സൈഡിൽ, ഇതിന് രണ്ടിനെ കൂട്ടി യോജിപ്പിച്ചു. അതുകൊണ്ടാണ് ഇദ്ദേഹം പാറ്റേൺ ടാങ്കിൻ്റെ മുകളിൽ ശൂലവും തൂട്ടിയൊക്കെ ആയിട്ട് വരുന്നത്. അതായത് ശിവൻ്റെ ഒരു ആധുനിക ശിവൻ, അത് കണ്ടംപററി ശിവൻ. പിന്നെ അദ്ദേഹത്തിന് മനസ്സിലായല്ലോ ഈ ശൂലം വെച്ചിട്ടെല്ലാം തടുക്കാനും പറപ്പിക്കാനൊക്കെ പറ്റും. പിന്നെ മറ്റേ ശിവൻ ശരിക്കുള്ള ശിവൻ അപ്പുറത്തുണ്ട് താനും. ലാസ്റ്റ് ഇവരെ രണ്ടുപേരോട് ഒരുമിച്ചുള്ള ശിവതാണ്ഡവൊക്കെ ഉണ്ട്. അതായത് ശരിക്കുള്ള ശിവൻ കൈലാസത്തിൽ നിന്ന് താണ്ഡവം നടത്തുന്നു, ഇദ്ദേഹം ഇപ്പുറത്തുനിന്ന് താണ്ഡവം നടത്തുന്നു. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റും ഈ ആൾക്കാരുടെ ഈ വിശ്വാസവും പരിപാടിയൊക്കെ വെച്ച് അടിക്കാനും പിന്നെ ഇദ്ദേഹത്തിൻ്റെ മേക്കിംഗ് സ്റ്റൈലും വെച്ചിട്ട് വേറെ ലെവലാണ് ഇദ്ദേഹത്തിൻ്റെ മേക്കിങ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് കണ്ട തെലുങ്കന്മാർ എന്നെ അർമാദിക്കുക. അപ്പം പക്കാ ടിപ്പിക്കൽ തെലുങ്കന്മാർ, ഇപ്പോൾ സിനി പോലീസ് കാണുന്ന തെലുങ്കന്മാരല്ലല്ലോ അവിടെ ഉള്ളത്. അവിടുത്തെ കിങ് സൈസ് തിയേറ്ററിൽ കാണുന്ന സമയത്ത് ജയ് ബാലയ്യ എന്ന് പറയുന്ന സാധനം വെച്ചിട്ട് അർമാദിക്കുള്ള സാധനമുണ്ട്. പക്ഷേ ഞാനിത് മലങ്കൾട്ടായിട്ടാണ് ആസ്വദിച്ചിട്ടുള്ളത്. 2.25 മണിക്കൂറുണ്ട്. പക്ഷേ ഇതിങ്ങനത്തെ മേക്കിങ്ങും പരിപാടിയും പിന്നെ സൗണ്ട് അവിടെ സൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിക്രമാന അസഹനീയ സൗണ്ടാണ്. പിന്നെ അതിനൊക്കെ പ്രിപ്പയർഡ് വേണം പോകാൻ. അങ്ങനെ പോയിട്ട് നമ്മളെ പ്രതിഷ്ഠിക്കണം. ഈ ഇങ്ങനത്തെ അപരാധങ്ങൾ കണ്ടിട്ട് മലങ്ങളുടെയായിട്ട് ആസ്വദിക്കുക. സീൻ ബൈ സീൻ പറയുകയാണെങ്കിൽ നല്ല റോസ്റ്റ് അടിക്കാനുള്ള സാധനമുണ്ട്. റീലോഡ് ഉറപ്പായിട്ട് അടിക്കും. ഇത് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ എന്തായാലും അടിക്കും. അപ്പം ഞാനിത് കണ്ടതിൻ്റെ ഒരു എക്സ്പീരിയൻസ്, അതായത് ഇതെന്താണെന്ന് പറഞ്ഞത് മാത്രം. അപ്പോൾ ഇതിൽ കുറേ ഉണ്ട്, വേറെ ഉണ്ട്. ക്ലൈമാക്സ് ലാസ്റ്റ് ഇങ്ങനെ കുറേ ഭൂതഗണങ്ങളെ പോലെ കുറേ അത്യാധുനികമായിട്ട് ഇങ്ങനെ ഷോക്ക് വൈദ്യുതി പ്രവാഹമൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിനൊക്കെ ഇയാൾക്ക് ഈ ശൂലവും തുടിയും കുറച്ച് ഭസ്മവും പരിപാടി ഉണ്ട്. ഇയാൾക്ക് എന്തു സാധ്യമാണ്. കാരണം ഇയാൾ ദൈവമാണ്, ശിവനാണ്, ഹനുമാനായി മാറുന്നുണ്ട് ചില സമയത്ത്. അങ്ങനെ മൊത്തത്തിൽ ഇതാണ് പരിപാടി. അഖണ്ഡ 2 ജയ് ബാലയ്യ.